പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPIM जिंदाबाद मार्च जिंदाबाद CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BS ശക്തിധരൻ അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, VK ജ്യോതി പ്രകാശ്, TV സുരേഷ്, നൂറുൽ ഹുദ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ആണ് എന്ന് വിചാരിച്ച് കേരള സംസ്ഥാന സർക്കാർ പൈസ വെട്ടിക്കുറച്ച് ഇവിടേക്ക് ലഭ്യമായ ജനകീയ ആസൂത്രണത്തിലെ ലഭ്യമായ ഫണ്ടിൽ നിന്ന് 30% പൊതുമരാമത്തിലും അതേപോലെ തന്നെ മെയിന്റനൻസ് ഗ്രാന്റ് കോടികളാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാക്കുക. അതും ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചു. കൂടാതെയാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ പൊതുമരാമത്ത് വർക്കുകളിൽ ഇവിടെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് കയ്പമംഗലത്തിന്റെ നിയമസഭാ സമാജികനും നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമെല്ലാം ഇടപെട്ടുകൊണ്ട് 10 കോടി രൂപ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിന് അനുവദിക്കുകയും ചെയ്തു. പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ഈ പഞ്ചായത്തിൽ സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ്. അതിനോട് നിഷേധാത്മകമായ സമീപനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. കേരളത്തിലെമ്പാടുമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡുകൾ പൊളിച്ചിട്ടുണ്ട്. ആ പൊളിച്ച റോഡുകളിലെല്ലാം എസ്റ്റിമേറ്റ് എടുക്കലും അതിൻ്റെ നഷ്ടപരിഹാരം നൽകലും അതെല്ലാം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യം കിട്ടുന്നവരും അവസാനം കിട്ടുന്നവരെല്ലാം ഉണ്ടാവും. ഇപ്പോഴും എല്ലാ പഞ്ചായത്തുകൾക്കും അതിൻ്റെ പണം കിട്ടി തീർന്നിട്ടില്ല. പക്ഷേ കയ്പമംഗലത്തെ ഗ്രാമപഞ്ചായത്തിന് 3 കൊല്ലമായി പൈസ. ജലജീവൻ മിഷന്റെ പണി നടന്ന റോഡുകളെല്ലാം പൊളിച്ച് അതിലൂടെ പൈപ്പിട്ട വിവരം നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. പൈപ്പിടാൻ വേണ്ടി റോഡ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷം കഴിഞ്ഞപ്പോ 10 കോടി രൂപ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിയുടെയും PD അക്കൗണ്ടിൽ എത്തിയിട്ട് 1.5 വർഷം ഇന്നേ വരെ ഒരു റോഡ് പോലും നന്നാക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ പറയരുതല്ലോ, ഒരു റോഡ് നന്നായിട്ടുണ്ട്. അത് ഏതാണെന്നറിയോ? വഴിയമ്പലത്ത് നിന്ന് പടിഞ്ഞാട്ട് പോകുമ്പോ വഞ്ചിപ്പുര ബീച്ചിലേക്കുള്ള റോഡ്. ആ റോഡ് LDF ഭരണസമിതി നിലനിന്നിരുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ അന്നത്തെ PWD മിനിസ്റ്ററായ അഹമ്മദ് കയും നമ്മുടെ MLA അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പോയി അന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച 2 കോടി രൂപയുടെ പദ്ധതി